2025 സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിൽ ദുരുദ്ദേശമെന്ന കണ്ടെത്തൽ. ദ്വാരപാലക പാളികൾ കൊണ്ടുപോയത് മരാമത്ത് വിഭാഗത്തെ അറിയിക്കാതെ. ഈ നടപടി ഹൈക്കോടതി അറിയാതിരിക്കാൻ എന്ന SIT കണ്ടെത്തൽ. മരാമത്ത് വിഭാഗത്തെ അറിയിച്ചാൽ സ്പെഷ്യൽ കമ്മീഷണർ വിവരമറിയും. ഇതൊഴിവാക്കാൻ ഗൂഢാലോചന നടന്നുവെന്നും വിവരം. മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് അംഗം അജികുമാറിനെയും ചോദ്യം ചെയ്യും. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അനന്തൻ, ഗുഡ് മോർണിംഗ്. ആരിലേക്കൊക്കെ അന്വേഷണം എത്തും എന്ന് നമ്മൾ തുടക്കം മുതൽ ആലോചിക്കുകയും SITയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് PS പ്രശാന്തിലേക്കും ഈ അന്വേഷണം വരും എന്നതായിരുന്നു. തുടക്കത്തിൽ ഇത് വന്നില്ല എന്നത് ഒരു ചെറിയ ആശ്വാസമായി തോന്നിയെങ്കിലും ഏത് തരത്തിലായിരിക്കും ഇനി PS പ്രശാന്തിലേക്കും ഒപ്പം ബോർഡ് അംഗം അജികുമാറിലേക്കും ഈ ചോദ്യം ചെയ്യലും തുടർന്നുള്ള അന്വേഷണവും എത്തുക? ഇത് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത്? മൂത്തി, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ മറ്റൊരു കണ്ടെത്തൽ കൂടി SIT നടത്തിയിരിക്കുകയാണ്. 2025 സ്വർണ്ണപ്പാളികൾ, അതായത് ദ്വാരപാലക പാളികൾ ശബരിമല സന്നിധാനത്ത് നിന്ന് എടുത്തുകൊണ്ടുപോയതിന്റെ പിന്നിൽ ദുരുദ്ദേശവും ഗൂഢാലോചനയും ഉണ്ടെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് പ്രധാന തെളിവും മൊഴികളും SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ശബരിമലയിൽ നിന്ന് ദ്വാരപാലക പാളികൾ അവിടെ നിന്ന് ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം മാർഗ്രേഷൻസിലേക്ക് കൊടുത്തുവിടുന്ന കാര്യം അത് ദേവസ്വം മരാമത്തിനെ അറിയിച്ചിരുന്നില്ല. ശ്രീകോവിലിലോ മറ്റ് എന്ത് കെട്ടിടങ്ങളിലോ ഒക്കെ ആയാലും അവിടെ എന്ത് നടപടികൾ എടുത്താലും അത് മരാമത്തിനെ അറിയിക്കണം. അപ്പോൾ ഈ ദ്വാരപാലക പാളികൾ മാറ്റുന്ന കാര്യം ദേവസ്വം മരാമത്തിനെ അറിയിച്ചില്ല എന്നുള്ളത് ഗുരുതര വീഴ്ചയാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് SITക്ക് ഒരു കാര്യം സംബന്ധിച്ചുള്ള വിവരം ലഭിക്കുന്നത്. അതായത് ഈ മരാമത്തിനെ അറിയിക്കാതിരുന്നത് ബോധപൂർവമാണ്. അതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടായിരുന്നു. ആ ഗൂഢാലോചനയ്ക്ക് കാരണം ഈ ദ്വാരപാലക പാളികൾ എടുത്തുകൊണ്ടുപോകുന്നത് ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ അറിയാതിരിക്കുക എന്നുള്ളതായിരുന്നു. സ്പെഷ്യൽ കമ്മീഷണർ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടും. അതുകൊണ്ട് ഹൈക്കോടതിയുടെയും സ്പെഷ്യൽ കമ്മീഷണറുടെയും കണ്ണുവെട്ടിച്ചുകൊണ്ട് ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാനായിരുന്നു ഈ നീക്കം നടത്തിയതെന്നാണ് SIT ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ മരാമത്ത് വിഭാഗത്തെ അറിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും മരാമത്ത് വിഭാഗം ഇക്കാര്യം സ്പെഷ്യൽ കമ്മീഷണർക്ക് റിപ്പോർട്ട് ചെയ്യും. സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ അത് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സ്ഥിതി ഒഴിവാക്കാൻ തികച്ചും ഗൂഢമായ ഒരു നീക്കം അന്ന് നടത്തി എന്നുള്ളതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 2025 ഈ നടപടി ഒരു കുറ്റകൃത്യമായി പരിഗണിക്കേണ്ടി വരും എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും, പ്രശാന്തിന്റെ മൊഴി നേരത്തെ എടുത്തിരുന്നു. അതിനൊപ്പം തന്നെ മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും അന്നത്തെ ദേവസ്വം ബോർഡ് അംഗം അജികുമാറിനെയും വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് SITയുടെ തീരുമാനം. കൂടുതൽ തെളിവുകൾ ഇത് സംബന്ധിച്ച് സമാഹരിച്ചു കഴിഞ്ഞാൽ 2025 ദ്വാരപാലക പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യുന്ന കാര്യം പരിഗണനയിലുണ്ട്. നേരത്തെ ഹൈക്കോടതി ഈ ശബരിമല സന്നിധാനത്ത് 2019 നടന്നത് സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ 2025 നടന്നത് അത് ദ്വാരപാലക പാളികൾ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ ഒളിപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് വിലയിരുത്തിയിരുന്നു. അപ്പോൾ അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. 2025 വെറും അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി ഈ ദ്വാരപാലക പാളികൾ കൊണ്ടുപോയതല്ല, അത് ബോധപൂർവം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടതാണ് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ അന്ന് 2025 ദ്വാരപാലക പാളികൾ ഇളക്കാൻ ശ്രമിക്കുന്നത് സംബന്ധിച്ചുള്ള നടപടികൾ ആരംഭിക്കുമ്പോൾ അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ റജിലാൽ അതിന് തടസ്സം നിന്നിരുന്നു. മാത്രമല്ല, ഈ ദ്വാരപാലക പാളികൾ കൊണ്ടുപോയത് മരാമത്ത് വിഭാഗത്തെ അറിയിക്കാതെ എന്നാണല്ലോ. ഈ മരാമത്ത് വിഭാഗം അറിയാതെ ഈ പാളികൾ ഇളക്കി മാറ്റുന്നതും മറ്റും ഒരാൾക്കും കണ്ടെത്തിലേക്ക് വരും. അനന്തൻ, തീർച്ചയായിട്ടും അത് വലിയ ദുരൂഹതയാണ്. കാരണം 2025 സെപ്റ്റംബർ മാസം ഒരു രാത്രിയിലാണ്, നടയടച്ചതിന് ശേഷമാണ് ഈ ദ്വാരപാലക പാളികൾ അവിടെ നിന്ന് ഇളക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈവശം കൊടുത്തുവിടുന്നത്. അപ്പോൾ അന്ന് ഈ ദ്വാരപാലക പാളികൾ ഇളക്കുമ്പോൾ ഈ വളരെ കുറച്ച് ആൾക്കാരും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ബോർഡ് അംഗവും അടക്കമുള്ള വളരെ കുറച്ച് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാരും അറിഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസമാണ് ഈ പാളികൾ ഇല്ലാത്ത നഗ്നമായ പ്രതിമകൾ കാണുമ്പോഴാണ് ഈ പാളികൾ എവിടേക്കോ കൊണ്ടുപോയി അഴിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വിവരം സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ അറിയുന്നത്. തുടർന്നാണ് R ജയകൃഷ്ണൻ ഇക്കാര്യം, അതായത് ദ്വാരപാലക പാളികൾ സ്പെഷ്യൽ കമ്മീഷണർ അനുമതിയില്ലാതെ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയി എന്ന റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് നൽകുന്നത്. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ തുടരന്വേഷണത്തിലാണ് ശബരിമലയിൽ നടന്ന വലിയ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നത്.
അപ്പോൾ അതിനൊപ്പം തന്നെ ഈ 2025 ഇങ്ങനെ കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് തിരുവാഭരണ കമ്മീഷൻ ഒബ്ജക്ഷൻ പറഞ്ഞിരുന്നു. അതിന് കാരണം സ്മാർട്ട് ക്രിയേഷൻസിൽ ഈ ഒരിക്കൽ സ്വർണം പൂശിയ പാളികൾ വീണ്ടും സ്വർണം പൂശാനുള്ള ടെക്നോളജി ഇല്ല എന്നുള്ളതായിരുന്നു. അപ്പോഴേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി 8 ദിവസം കൊണ്ട് ഇടപെട്ട് ഈ തീരുമാനം മാറ്റുകയായിരുന്നു. അപ്പോൾ ആ തീരുമാനം മാറ്റുന്നതിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്നത്. പോറ്റി മാത്രമല്ല, ഒപ്പം നിന്നവരും ആ ഇടപെടൽ നമുക്കൊന്നും ഊഹിക്കാൻ കഴിയാത്ത തരത്തിലാണ് എന്നതാണ്. അനന്തകൃഷ്ണനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.